കുഞ്ഞോളെ നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് കണ്ടു. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ തിയറിയുടെ വേറൊരു പ്രശ്നമായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അല്ലേ? അതിനെയും സുന്ദരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി മതിയാകും. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ, റേഡിയേഷൻ്റെ ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ, അതായത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം 1905 ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറി ആയിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് തിയറി ഉണ്ടല്ലോ, അതിനല്ല. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് റേഡിയേഷനിലുള്ള പാക്കറ്റ്സ് ഓഫ് എനർജി ഉണ്ടല്ലോ, എനർജിയുടെ പാക്കറ്റുകൾ, അതിന് ആരെയും മിസ്റ്റർ മാക്സ് പ്ലാങ്ക് വിളിച്ച പേര് ക്വാണ്ടം എന്നായിരുന്നു. ക്വാണ്ടം. ഓക്കെ, ക്വാണ്ടത്തിന്റെ പ്ലൂറലാണ് ക്വാണ്ടം. അതിന് ജസ്റ്റ് പേരൊന്ന് മാറ്റി വിളിച്ച് ഫോട്ടോൺ, ഫോട്ടോൺ ഐൻസ്റ്റീൻ. ഓക്കെ, അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എന്താണ്? ചില പ്രത്യേക തരം മെറ്റീരിയൽസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്. ലൈറ്റിനോട് ഇന്ററാക്ട് ചെയ്യുന്നവർ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് റൂബീഡിയം, സീസിയം തുടങ്ങിയവ. അപ്പൊ ഇതിന്റെ സർഫസിലേക്ക് റേഡിയേഷൻ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ വീണ സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെ? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്നു, അല്ലെ? വെൻസ് radiations of suitable frequencies fall on certain materials, electrons are emitted from the surface of that material. ഓക്കെ, അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ പേരാണ് എന്ത്? അങ്ങനെ ഒരു ഇലക്ട്രോൺ പോകുന്നത്, അതിന്റെ പേരെന്താ? ഇലക്ട്രോണിന്റെ പേരെന്താ? ഫോട്ടോ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഫ്ലോ വഴി ഉണ്ടാകും കറന്റ് ഉണ്ടാകും. ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ വഴി ഉണ്ടാകുന്ന കറന്റ് ആണ് ഫോട്ടോ ഇലക്ട്രിസിറ്റി ഓഫ് ഫോട്ടോ കറന്റ്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താ അറിയാം? ഇതെല്ലാം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്, ഡീറ്റെയിൽ ആയിട്ടല്ല. ഐൻസ്റ്റീൻ പറയുന്നത് റേഡിയേഷൻ വന്നിട്ട് എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, മെറ്റീരിയലിലേക്ക് റേഡിയേഷൻ വന്നിട്ട് എമിറ്റ് ചെയ്യും, ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, റേഡിയേഷൻ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനർജിയുടെ പാക്കറ്റുകൾ വന്നിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. ഇതാ എനർജിയുടെ പാക്കറ്റുകൾ വന്നിട്ട് അവിടെ ഇവിടുത്തെ ഇലക്ട്രോണിന്റെ മുകളിൽ ഇൻസിഡന്റ് ചെയ്യും. അതായത് ക്വാണ്ടം ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു, റേഡിയേഷൻ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ റേഡിയേഷനിലെ ഒരു ഫോട്ടോൺ വന്നിട്ട് ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. ഒരുപാട് ഫോട്ടോൺസ് വരുന്നുണ്ട്, അതിലൊരു ഫോട്ടോൺ വന്നിട്ട് ഇവിടുത്തെ ഒരു ഇലക്ട്രോണിന്റെ മുകളിൽ ഇൻസിഡന്റ് ചെയ്തു. അപ്പൊ എന്താണെന്ന് അറിയാവോ? ആ ഇലക്ട്രോൺ ആണ് ഇതിന് വിചാരിക്കുക, അതിന്റെ മുകളിലേക്ക് ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു. അപ്പോൾ ഈ ഫോട്ടോണിന്റെ എനർജിയിലെ ആ എനർജി ഫോട്ടോൺ എന്ത് ചെയ്യുന്നതാണെങ്കിൽ ഇലക്ട്രോണ് കൊടുക്കും, ഇലക്ട്രോണ് കൈമാറ്റം ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്ന നേരെ ശ്രദ്ധിക്കണം. ഇലക്ട്രോണുകൾ ഓരോ ആറ്റം എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനാൽ ബൈൻഡഡ് ആണ്, അല്ലെ? ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യണം. ഇലക്ട്രോൺ എവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വളരെ പെട്ടെന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്തെടുക്കാനൊന്നും പറ്റൂല. പിന്നെയോ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ എവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വന്നു വീഴുന്ന ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്തു. ആ വന്നു വീഴുന്ന ഫോട്ടോൺ അതിന്റെ എനർജി ഇലക്ട്രോണ് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന എനർജി കേൾക്കണം, അങ്ങനെ ഇലക്ട്രോണ് കിട്ടുന്ന എനർജി, ഫോട്ടോണിൽ നിന്നും ഇലക്ട്രോണ് കിട്ടുന്ന എനർജി ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന എനർജി ആണെങ്കിൽ that electron will detached, dislocated, removed from that atom and ejected from the surface of the metal. Okay, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റേഡിയേഷൻസ് ഓഫ് suitable frequency. അങ്ങനെ പറഞ്ഞത് ഫ്രീക്വൻസി മാറുമ്പോഴാണ് എനർജി മാറുന്നത്. അപ്പൊ ശരിയായ ഫ്രീക്വൻസി ഉള്ള എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ എനർജി ഉള്ള
അനുയോജ്യമായ എനർജിയുള്ള ഫോട്ടോൺ വന്നിട്ട് ഇലക്ട്രോണിന് മുകളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ എനർജി ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്നു. ഇലക്ട്രോൺ ആ എനർജി സ്വീകരിച്ചിട്ട് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഓവർകം ചെയ്തിട്ട് ആ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, ഇജക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, according to Einstein, when radiations of certain frequencies incident on an electron, actually the photon is incident on the electron, then that photon will exchange or transfer its energy to the electron. If that energy is sufficient to overcome the attractive force of a nucleus on electron, that electron will ejected from the surface of the metal. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിച്ചത് എങ്ങനെയെന്ന് കുഞ്ഞൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ ആ വന്നു വീഴുന്ന ഫോട്ടോണിന്, ഇലക്ട്രോണ് മുകളിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന് ഒരു പ്രത്യേക എനർജി ഉണ്ടാവണം. എത്ര എനർജി വേണം? ഇലക്ട്രോൺ അവിടെ നിന്ന് തോണ്ടിയെടുക്കണമെങ്കിൽ, ആ സർഫസിൽ ഇങ്ങനെ തോണ്ടിയെടുക്കണമെങ്കിൽ എത്ര എനർജി വേണം? ആ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാവുന്ന എനർജി വേണം. അത്ര എനർജി ആർക്ക് വേണം? ഫോട്ടോണ് വേണം. ഓക്കെ, അതിനേക്കാൾ കുറഞ്ഞ എനർജിയാണ് ഉള്ളത് എങ്കിൽ ഈ പരിപാടി നടക്കില്ല. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിന് മുകളിലേക്ക് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്ത ഫോട്ടോണിന് ഇതിനെ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്ന് മോചിപ്പിക്കാനുള്ള എനർജി ഇല്ല എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കത്തില്ല. ഇലക്ട്രോൺ അവിടെ ഇജക്ട് ചെയ്യപ്പെടില്ല. ഓക്കെ, അപ്പൊ ഈ വന്നു വീഴുന്ന ഫോട്ടോൺ ഒരു മിനിമം എനർജി വേണം. ഒരു മിനിമം എനർജി വേണം. എനർജി എന്ന് പറഞ്ഞതിന് പ്രൊപ്പോർഷൻ ആണോ? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷൻ ആണ്. ക്വാണ്ടം റേഡിയേഷൻ വഴി ഇത് ക്വാണ്ടം റേഡിയേഷൻ പ്രകാരം, ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ പ്രകാരം എനർജി എന്നുള്ളത് ഫോട്ടോൺ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനാണ്. അപ്പൊ ഒരു മിനിമം എനർജി വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മിനിമം ഫ്രീക്വൻസി വേണമെന്നല്ലേ? അപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. And that minimum frequency is called threshold frequency. എന്താണ്? threshold frequency. threshold frequency. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ന്യൂ സീറോ. ന്യൂ സീറോ ഫ്രീക്വൻസി ന്യൂ, threshold frequency ന്യൂ സീറോ. അപ്പൊ ഈ വന്നു വീഴുന്ന ഫോട്ടോണിന് ന്യൂ സീറോ ഫ്രീക്വൻസി ആണ് ഉള്ളത് എങ്കിൽ ആ ഫോട്ടോൺ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ അവിടെ ഇങ്ങനെ തോണ്ടിക്കും. അപ്പൊ ന്യൂ സീറോ ഫ്രീക്വൻസി ഉള്ള ഫോട്ടോണിന്റെ എനർജി എത്രയായിരിക്കും? E is equal to h mu zero. And this energy is called work function. Okay, and denote ചെയ്യുന്നതാണ് W0. ഇതന്നെയാണ് h mu zero is the W0 and this is called work function. എന്താണ്? work function. work function of the metal. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുന്ന ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ, ആ മെറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ തോണ്ടിയെടുക്കാൻ ആവശ്യമായ മിനിമം എനർജി. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ the incident photon must possess a minimum frequency. Okay, the incident photon must possess a minimum frequency. That means for a given photosensitive material, there is a minimum frequency below which there is no photoelectric effect. ഒരു ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ്. ആ മിനിമം ഫ്രീക്വൻസിക്ക് താഴെയുള്ള റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കില്ല. അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ ഇൻസിഡന്റ് ഫോട്ടോൺ ഉണ്ടായിരിക്കേണ്ട മിനിമം ഫ്രീക്വൻസി പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ which is denoted by W0 which is equal to h mu 0. ഓക്കെ, ആക്ച്വലി ആ മിനിമം ഫ്രീക്വൻസിയുടെ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് h mu 0. ഓക്കെ, ആ എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ. ക്ലിയർ ആയില്ലല്ലോ? സംശയമില്ലല്ലോ? ഇനി അടുത്തത്,
ഫോട്ടോൺ വന്നിട്ട് ഇലക്ട്രോണിന് മുകളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോൺ വന്നിട്ട് ഇതാണ് ഒരു ഫോട്ടോൺ വന്നിട്ട് ഇലക്ട്രോണിന് മുകളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോണിന്റെ എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ആ ഫോട്ടോണിന്റെ എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഇലക്ട്രോണിനെ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുക്കാൻ വേണ്ടി, ഒരു ഭാഗം ഇലക്ട്രോൺ അവിടെ നിന്ന് എന്താ പറയുക ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി, അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എനർജിയുടെ ഒരു ഭാഗം ഉപയോഗിക്കും. അതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് വർക്ക് ഫംഗ്ഷൻ. So one part of the energy is used for the work function W0 which is equal to hν0. അങ്ങനെ ഇളക്കിയെടുത്തിട്ട് ബാക്കി എനർജി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ആ എനർജി ഉപയോഗിച്ചിട്ട് കേൾക്കണേ ഇതിന്റെ എനർജി കൊടുത്തു, ഇലക്ട്രോൺ കൊടുത്തു. അതിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഇലക്ട്രോൺ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ പുറത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് എനർജി ഉപയോഗിച്ചിരുന്നു. ഇനി അതിന് ബാക്കി എനർജി ഉണ്ട് എങ്കിൽ ആ എനർജി ഉപയോഗിച്ച് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യും. അതായത് ബാക്കി എനർജി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. That means certain portion of that incident energy is used to impart kinetic energy to electron. ഇലക്ട്രോൺ കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി, ഈ പറയപ്പെട്ട ഫോട്ടോണിന്റെ എനർജി എത്രയാണ്? hν ആണെന്ന് വിചാരിക്കുക. അത് എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിച്ചു? ഒന്ന് W0 വർക്ക് ഫംഗ്ഷൻ കൊടുക്കാൻ ഉപയോഗിച്ചു. വർക്ക് ഫംഗ്ഷൻ കൊടുത്തിട്ട് എനർജി ബാക്കിയിലാണ്, ഇലക്ട്രോൺ അവിടെ തന്നെ നിൽക്കും, മൂവ് ചെയ്യൂല. അതിനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനർജി തീർന്നു, പിന്നെ എന്ത് സംഭവിക്കില്ല? മൂവ് ചെയ്യൂല. അപ്പോ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി hν, അതിന്റെ ഒരു പോർഷൻ വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ബാക്കി ഉണ്ടെങ്കിൽ അതെന്തിനു ഉപയോഗിക്കും? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. 12mv². എങ്കിൽ ഈ കൈനറ്റിക് എനർജി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വഴി പുറത്തോട്ട് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. നോക്കോ, എന്താണ്? 12mv² is equal to, ഇതിന് ഇങ്ങോട്ട് എടുക്ക്, hν minus W0, or which is equal to hν minus hν0. W0 എന്താ? hν0 അല്ലേ? which is equal to h into nu minus mu0. h കോമൺ അല്ലേ? ഇനി നിങ്ങൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ് mu equal to c by lambda. അതിനാണ് ഈ ഇക്വേഷൻ എന്തായി? equal to h c by lambda minus c by lambda 0. mu0 ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് ലെങ്ത് ആണ് lambda 0. c കോമൺ അല്ലേ? അപ്പോൾ എന്തായി? h c into 1 by lambda minus 1 by lambda 0. This is the kinetic energy of emitted electrons. Clear ആണോ? ഇനി മൂന്നാമത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോ കളറിലുള്ള റേഡിയേഷനും അതിൻ്റെതായിട്ടുള്ള ഫോട്ടോൺ ഉണ്ട്. ചുവപ്പിനൊരു ഫോട്ടോൺ ഉണ്ട്, പച്ചക്കൊരു ഫോട്ടോൺ ഉണ്ട്, മഞ്ഞക്കൊരു ഫോട്ടോൺ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻഫ്രാറെഡിനാണെങ്കിൽ വേറൊരു ഫോട്ടോൺ ആണ്. എന്തുകൊണ്ടാണ് ഫോട്ടോൺ മാറുന്നത്? ഫ്രീക്വൻസി മാറിയത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഒരു പച്ച റേഡിയേഷൻ പോട്ടെ, ഒരു നീല റേഡിയേഷൻ ഞാൻ ഇൻസിഡന്റ് ചെയ്തപ്പോൾ നീല റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിച്ചു. ഇലക്ട്രോൺ പുറത്തോട്ട് ഇജക്ട് ചെയ്യപ്പെട്ടു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നീല റേഡിയേഷൻ ഇതിന്റെ മുകളിലേക്ക് ഇൻസിഡന്റ് ചെയ്യും. അപ്പൊ എന്താണെന്ന് അറിയാവുക? കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. പക്ഷെ ആ ഇലക്ട്രോണിന്റെ എല്ലാം കൈനറ്റിക് എനർജി ഒന്ന് തന്നെയായിരിക്കും. കാരണം എന്താ? ഞാൻ ആദ്യം ഒരു നീല ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ നീല ഫോട്ടോണിന്റെ ഒരു ഭാഗം ആ ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഉപയോഗിച്ചു, മറ്റേ ഭാഗം കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇനി രണ്ടാമത്തെ ഫോട്ടോൺ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താവും? രണ്ടാമത്തെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടും, ഇജക്ട് ചെയ്യപ്പെടും. അതിന്റെ കൈനറ്റിക് എനർജി എത്ര തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. ഓക്കെ, ഇതിലെ ഓരോ ഇലക്ട്രോണും വർക്ക് ഫംഗ്ഷൻ സെയിം ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ഫംഗ്ഷൻ കൊടുത്തു. അപ്പൊ ബാക്കി ഉണ്ടാവുന്ന എനർജി സെയിം അല്ലേ? ആ ബാക്കി എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരേ കളറിലുള്ള റേഡിയേഷനുകൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി മാറൂല.
എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ എണ്ണം മാറിക്കൊണ്ടുണ്ടാവും, കൂടിക്കൊണ്ടുണ്ടാവും. കൈനറ്റിക് എനർജി എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും. അപ്പൊ ഒരേ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കൂടി എന്നർത്ഥം. എന്നാണ് ഇന്റൻസിറ്റി ഒരേ സാധനത്തിന് ഇൻസിഡന്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടെയില്ല. എന്ത് മാത്രമേ കൂടുള്ളൂ? ഇലക്ട്രോണിന്റെ എണ്ണമേ കൂടത്തുള്ളൂ. അപ്പൊ കൈനറ്റിക് എനർജി ഇത് കൂടണമെങ്കിൽ എന്ത് വേണം? ഇത് കൂടണം, എനർജി കൂടണം. അപ്പൊ കൂടിയ എനർജി ഇൻസിഡന്റ് ചെയ്താൽ അതിന്റെ ഒരു ഭാഗം W0 വേണ്ടിട്ട് വയ്ക്കും. അത് കോൺസ്റ്റന്റ് ആണ്. ഒരു മെറ്റലിന് എപ്പോഴും ഒരേ വർക്ക് ഫംഗ്ഷൻ തന്നെയാണ് വേണ്ടത്. അപ്പൊ ബാക്കി ഉണ്ടാവുന്ന എനർജി കൂടൂലേ? ആ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ആവും. അപ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടണമെങ്കിൽ എനർജി കൂടിയ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യണം. എനർജി കൂടണമെങ്കിൽ ഫ്രീക്വൻസി കൂടണം. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. അതേസമയം ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂടിയാലോ ഇലക്ട്രോണിന്റെ എണ്ണം മാത്രമേ കൂടത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് നമുക്ക് പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ എക്സ്പ്ലനേഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട 3 പോയിന്റ്. ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ there is a minimum frequency below which there is no photoelectric effect, and that minimum frequency is called threshold frequency. Energy corresponding to that threshold frequency is called work function of the metal. Okay, the energy of the incident photon is divided into or used for 2 purposes. First one, used to eject the electron from the metal surface. The energy utilized for that purpose is called work function of the metal. The second part of the energy is utilized to provide kinetic energy to the ejected electron. Okay, so h nu, if h nu is the energy of the incident photon, h nu is divided into h nu 0 and half mv square. That means h nu is equal to h nu 0 plus half mv square. From this kinetic energy of the emitted electron, half mv square is given by h into nu minus nu 0, or hc into 1 by lambda minus 1 by lambda 0. Okay അല്ലേ? ഇനി ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി കൂടി പറയല്ല. ഐൻസ്റ്റീൻ്റെ തന്നെ ഒരു തിയറിയാണ് പറയുന്നത്. പണ്ട് നമ്മൾ പഠിച്ചു, അതായത് പിന്നെ വാട്ട് ഈ കഴിഞ്ഞ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ലൈറ്റ്, എന്താണ് ലൈറ്റ് എന്താണ് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തന്നത് ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കോർപ്പസ്കുലാർ തിയറി പ്രകാരം എന്താണ് ലൈറ്റ് കോർപ്പസ്കുകളുടെ ഒരു കൂട്ടമാണ്. ലൈറ്റ് കോർപ്പസ്കുകൾ അല്ലെ, കണികകളുടെ കോർപ്പസ്കുകളുടെ കൂട്ടമാണ്. ആക്ച്വലി ലൈറ്റ് റേഡിയേഷൻ അല്ലേ? ആ റേഡിയേഷനിലെ ക്വാണ്ടയെ ആക്ച്വലി ഐസക് ന്യൂട്ടൺ പറഞ്ഞ പേരാണ് കോർപ്പസ്കൾ. പക്ഷേ ഐസക് ന്യൂട്ടൺ എന്ത് പറഞ്ഞില്ല? ഈ കോർപ്പസ്കളിലെല്ലാം എനർജി ഉണ്ടെന്ന് പറഞ്ഞില്ല. കുറെ പാർട്ടിക്കിൾ ഒന്നിന്റെ ബാക്ക് ഇങ്ങനെയായിട്ട് പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഓരോ പാർട്ടിക്കിളും എനർജിയുടെ പാക്കറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരുപാട് വർഷം 1400കളിൽ ഐസക് ന്യൂട്ടൺ പറഞ്ഞതിനെയാണ് 1900 പിന്നെ മാക്സ് പ്ലാങ്ക് അതേപോലെ ആൽബർട്ട് ഐൻസ്റ്റീനും മാറ്റി പറഞ്ഞു, ചെറിയൊരു മോഡിഫിക്കേഷനിൽ പറഞ്ഞു. എനിവേ അങ്ങനെ നോക്കുമ്പോൾ മാക്സ് പ്ലാങ്കിന്റെ ഐഡിയ പ്രകാരം അതേപോലെ ഐൻസ്റ്റീന്റെ ഐഡിയ പ്രകാരവും ലൈറ്റ് എന്താണ്? പാർട്ടിക്കിൾസിന്റെ സ്ട്രീമാണ്. പക്ഷെ ഹൈജൻ എന്താ പറഞ്ഞ? ലൈറ്റ് വേവ് ആണ്. മാക്സ്വെൽ എന്താ പറഞ്ഞ? അത് വേവ് ആണ്. അപ്പൊ നോക്കുമ്പോ ലൈറ്റ് വേവ് ആണോ ലൈറ്റ് പാർട്ടിക്കിളിന്റെ സ്ട്രീം ആണോ? ലൈറ്റ് വേവ് ആണോ ലൈറ്റ് പാർട്ടിക്കിളിന്റെ സ്ട്രീം ആണോ? അവസാനം ഇതിന് ഐൻസ്റ്റീൻ തന്നെ ഉത്തരം പറഞ്ഞു. ഡൗട്ട്, ലൈറ്റ് പാർട്ടിക്കിളിന്റെ സ്ട്രീം ആണോ അല്ല ലൈറ്റ് വേവ് ആണോ? ഐൻസ്റ്റീൻ പറഞ്ഞു ഒരുപാട് ചിന്തിക്കേണ്ടതില്ല, ലൈറ്റ് രണ്ടുമാണ്. ലൈറ്റ് അടക്കമുള്ള എല്ലാ റേഡിയേഷൻസും അത് രണ്ടുമാണ്.
അത് വേവുമാണ്, അത് പാർട്ടിക്കിൾസുമാണ്. എന്തെന്നറിയാവോ? ഇങ്ങനെ വിചാരിച്ചാൽ മതി, പാർട്ടിക്കിളുകൾ വേവിന്റെ ഫോമിൽ പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് മീൻസ് റേഡിയേഷൻസ്, ലൈറ്റ് അടക്കമുള്ള എല്ലാ റേഡിയേഷൻസിനും റേഡിയേഷൻസ് ഹാസ് ഡുവൽ ക്യാരക്ടർ. എന്താ പറയാ? റേഡിയേഷൻസ് ഹാസ് ഡുവൽ ക്യാരക്ടർ. ഡുവൽ ക്യാരക്ടർ, രണ്ട് ക്യാരക്ടർ ഉണ്ട്. ഏതെല്ലാം ക്യാരക്ടർ? പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട്, അതേപോലെ എന്താണ്? പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട്, വേവ് ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട്, വേവ് ക്യാരക്ടർ ഉണ്ട്. ലൈറ്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ റേഡിയേഷൻസ് പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ, അതിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റിഫ്ലക്ഷൻ, കേൾക്കണേ, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. ലൈറ്റിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അതേസമയം ലൈറ്റ് വേവ് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇന്റർഫറൻസ് നടക്കത്തുള്ളൂ. ലൈറ്റ് വേവ് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഡൈഫ്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പൊ എന്താ? ലൈറ്റ് രണ്ടുമാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്, ഒന്നില്ലാതെ മറ്റതില്ല. ഓക്കെ, അപ്പൊ ലൈറ്റ് രണ്ട് പാർട്ടിക്കിൾസ് വേവിന്റെ ഫോമിൽ പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് പറഞ്ഞ പേരാണ് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. എന്നാണ് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. Dual nature of light. അപ്പോൾ എന്താണ്? According to dual nature of light, and this is introduced by Albert Einstein. Okay, എന്താണ്? According to Einstein, light as well as radiation has a dual character. That means it has a particle character and a wave character. Okay, particle character ഉണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫിനോമിനയാണ് ഇത്. വേവ് character ഉണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫിനോമിനയാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് ഇത് മാക്സ്വെല്ലിന്റെ തിയറിയുടെ വേറൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആയിരുന്നു ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്പെക്ട്രങ്ങളെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.